ഐതിഹ്യമാല അധ്യായം 44. കിളിരൂർ കുന്നിന്മേൽ ഭഗവതി. തിരുവിതാംകൂർ സംസ്ഥാനത്ത് കോട്ടയം താലൂക്കിൽ കിളിരൂർ ദേശം പണ്ട് തെക്കങ്കൂർ രാജ്യത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. അതിനാൽ ഈ ഭഗവതി ക്ഷേത്രം കിളിരൂർ ദേശക്കാർ തെക്കങ്കൂർ രാജാവിൻ്റെ അനുവാദത്തോടും സഹായത്തോടും കൂടിയാണ് പണി കഴിപ്പിച്ചത്. എന്നാൽ അവരുടെ വിചാരം ഇവിടെ ഭഗവതിയെ പ്രതിഷ്ഠിക്കണമെന്നല്ലായിരുന്നു, ശാസ്താവിനെ പ്രതിഷ്ഠിക്കണമെന്നാണ് വിചാരിച്ചാണ് ആ ദേശക്കാർ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അമ്പലത്തിൻ്റെ പണിയെല്ലാം കുറേ തീർപ്പാക്കുകയും ശാസ്താവിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കുകയും പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം നോക്കിച്ച് നിശ്ചയിക്കുകയും അടുത്തുള്ള തിരുവാർപ്പൂ ക്ഷേത്രത്തിലെ തന്ത്രിയായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട്ടിലെ അടുക്കൽ നിന്ന് പ്രതിഷ്ഠയ്ക്ക് കലശം മുതലായതിനും വേണ്ടുന്ന ഉപകരണങ്ങൾക്കും മറ്റും പിടിത്തര ചാർത്ത് വാങ്ങുകയും സാമാനങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും പ്രതിഷ്ഠാദികൾ മുറയ്ക്ക് നടത്തുന്നതിനായി കരയിൽ പ്രധാനന്മാരായ പള്ളിയിൽ മേനോൻ, വെട്ടിക്കുളങ്ങരയ്ക്ക മകൾ മുതലായവരുടെ അപേക്ഷ പ്രകാരം തെക്കങ്കൂർ രാജാവ് മുൻകൂട്ടി സ്ഥലത്തെത്തി വേണ്ടുന്ന ചട്ടം കെട്ടുകളെല്ലാം ചെയ്തു കൊടുത്തു. താമസം തുടങ്ങുകയും അങ്ങനെ ചെയ്തു. ഈ സംഗതികൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത് കിളിരൂർ ദേശത്ത് കണ്ണാട്ട് എന്ന വീട്ടിൽ കോത എന്ന പേരായി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വയോവൃദ്ധി, ഈശ്വരഭക്തി, സദ്ഗുണമതിയുമായിരുന്ന അവരെ എല്ലാവരും കോതായമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അവർക്ക് 7.5 നാഴിക വെളുപ്പിന് കുളിയും ചില ജപങ്ങളും മറ്റും പതിവായിട്ടുണ്ടായിരുന്നു. ഒരു യോഗീശ്വരൻ അവർക്ക് ദിവ്യമന്ത്രം ഉപദേശിച്ചിരുന്നതിനാൽ ആ മന്ത്രം ജപിച്ച് അവരൊരു ദിവ്യയായി തീർന്നിരുന്നുവത്രേ. അവർ വെളുപ്പാൻ കാലത്ത് കുളിക്കുവാൻ പോകുന്ന സമയം കാർത്യായനി എന്നു പേരായി അവർക്കുണ്ടായിരുന്ന മകളെ കൂടി കൊണ്ടുപോവുക പതിവായിരുന്നു. ഒരു ദിവസം വെളുപ്പാൻ കാലത്ത് കുളിക്കുവാൻ പോകാറായപ്പോൾ കോതയമ്മ പതിവുള്ളതുപോലെ മകളെ വിളിച്ചിട്ട്, "അമ്മ മുൻപേ പോയിക്കൊള്ളൂ, ഞാൻ പിൻപേ വന്നുകൊള്ളാമെന്ന് മകൾ പറയുകയായികയാൽ വൃദ്ധ പോയി പുഴയിലിറങ്ങി കുളി ആരംഭിച്ചു. അപ്പോൾ മറുകരയിൽ നിന്ന് ആരോ വെള്ളത്തിലിറങ്ങി നടന്ന് തൻ്റെ നേരെ വരുന്നതായി തോന്നുകയാൽ വൃദ്ധ സ്വല്പം ഭയത്തോടുകൂടി കാർത്യായനി എന്നുറക്കെ വിളിച്ചു. അപ്പോൾ വെള്ളത്തിൽ കൂടി നടന്നു വന്ന ആൾ ഉച്ചത്തിൽ വിളി കേട്ടുകൊണ്ട് കോതയമ്മയുടെ അടുക്കലേക്ക് ചെന്നു. അത് തന്നെ മകളായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് കോതയമ്മ, "നീ ഇപ്പോൾ അക്കരയ്ക്ക് പോയത് എന്തിനാണ്?" എന്ന് ചോദിച്ചു. അപ്പോൾ ആ വന്നയാൾ, "അമ്മേ, ഞാനൊരു കാർത്യായനിയായി തന്നെയാണ്, എങ്കിലും നിങ്ങളുടെ മകളല്ല" എന്ന് പറഞ്ഞു. അത് കേട്ട് വൃദ്ധ സൂക്ഷിച്ചു നോക്കി. വൃദ്ധയ്ക്ക് നയന നിയന്ത്രശക്തി കുറഞ്ഞു പോയിരുന്നുവെങ്കിലും അപ്പോൾ കുറേശ്ശെ നിലാവുണ്ടായിരുന്നതിനാൽ ആ വന്നയാൾ സർവാംഗ സുന്ദരിയും നവയൗവനയുക്തവുമായ ഒരു കന്യകയാണെന്നും ആ ബാലിക തലമുടി ഭംഗിയായി ചീകിക്കെട്ടി സുരഭില മുഖങ്ങൾ ചൂടുകി കാതിൽ ഓലയും കഴുത്തിൽ പാലയ്ക്ക മോതിരവും അരയിൽ പട്ടുവസ്ത്രവും ധരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വൃദ്ധ മനസ്സിലാക്കുകയും അവർ തമ്മിൽ സ്വല്പം സംഭാഷണം നടക്കുകയും ചെയ്തു. വൃദ്ധ ചോദിച്ചു, "നീ എവിടെ നിന്നാണ് വരുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്?" കന്യക പറഞ്ഞു, "ഞാൻ സ്വല്പം കിഴക്ക് നിന്നാണ് വരുന്നത്. ഇവിടെ കുന്നിന്മേൽ പുതിയതായി ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ പാർക്കുവാനായിട്ട് പോകുന്നതാണ്." വൃദ്ധ ചോദിച്ചു, "ആ അമ്പലം ശാസ്താവിനെ പ്രതിഷ്ഠിപ്പിക്കുവാനായിട്ട് പണിയിപ്പിച്ചിട്ടുള്ളതാണല്ലോ?" കന്യക പറഞ്ഞു, "അത് ശരി തന്നെ, എങ്കിലും ഞാൻ തന്നെ അവിടെ പാർക്കണം. ഞങ്ങൾ 7 പേരാണ് കിഴക്ക് നിന്ന് പോകുന്നത്. ശേഷം എല്ലാവരും ഇടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ കയറി താമസമായി. എനിക്ക് മാത്രം എങ്ങ സ്ഥലം കിട്ടിയില്ല. അപ്പോഴാണ് ഇങ്ങനെയൊരു സ്ഥലം തയ്യാറായിട്ടുണ്ടെന്നറിഞ്ഞത്. ഉടനെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ശാസ്താവിനെ പ്രതിഷ്ഠിക്കണം വേണമെങ്കിൽ വേറെ അമ്പലം പണിയിച്ചു കൊള്ളുവാൻ നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മുഖാന്തരം പള്ളിയിൽ മേനോൻ മുതലായവരെ അറിയിച്ചു കൊള്ളണം. അവർ രാജാവിൻ്റെ അടുക്കൽ അറിയിച്ചു കൊള്ളുമല്ലോ. ഇനി മേലാൽ ഈ കരയിൽ കുട്ടികൾക്ക് കാർത്യായനി എന്ന് പേരിടുകയും പാലയ്ക്കാമോദരം കെട്ടുകയും ചെയ്യരുതെന്നും നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മുഖാന്തരം ജനങ്ങളെ അറിയിച്ചേക്കണം. ഇതൊന്നും പറഞ്ഞതായിട്ടും നമ്മൾ തമ്മിൽ കണ്ടതായിട്ടും ആരോടും നിങ്ങൾ പറയുകയും അരുത്." ഇവരുടെ ഈ സംഭാഷണം കേട്ടുകൊണ്ട് ആ ദേശക്കാരനും നല്ല ജ്യോത്സ്യലും പ്രശ്നമാർഗണ നിപുണനുമായിരുന്ന ഒരു ദിവ്യനുമായ കണിയാമ്പറമ്പിൽ കണിയാൻ ഒരു മരത്തിന് മറിഞ്ഞു നിന്നിരുന്നു. കന്യകയുടെ സംഭാഷണം അവസാനിപ്പിച്ച ഉടനെ ആ കണിയാൻ, "അടിയൻ ഇതെല്ലാം കേട്ടുവല്ലോ" എന്ന് പറഞ്ഞ്, അപ്പോൾ കന്യക, "എന്നാൽ നീയും ഇതൊന്നും ആരോടും പറയരുത്, മിണ്ടിപ്പോകരുത്. നീ ആരോടെങ്കിലും ഇക്കാര്യം വല്ലതും പറഞ്ഞാൽ നിന്റെ സന്താനങ്ങളല്ല എന്നും ചട്ടനും പൊട്ടനും ആയിത്തീരുമെന്നും പറഞ്ഞു. വൃദ്ധയോട്, "കുന്നിന്മേൽ വന്നാൽ ഇനിയും നിങ്ങൾക്കെന്നെ കാണാമെന്നും പറഞ്ഞിട്ട് ഉടനെ അദർശിയായി ഭവിക്കുകയും ചെയ്തു. ആ കന്യകയുടെ സ്വരൂപം കാണുകയും സംഭാഷണം കേൾക്കുകയും ചെയ്തിട്ട് ഭയവിസ്മയ വിഹ്വലനായി തീർന്ന കോതയമ്മ ക്ഷണത്തിൽ കുളി കഴിഞ്ഞ് വീട്ടിലെത്തി പതിവുള്ള ജപവും കഴിച്ച് മറ്റും കൂട്ടി അപ്പോഴേക്കും കോതയമ്മയുടെ സഹോദരനായ കൊച്ചയ്യപ്പനും അവിടെ എത്തി.
ഉടനെ കോതയമ്മ കൊച്ചയ്യപ്പനോട്, എടാ കൊച്ചയ്യപ്പ, കുന്നിന്മേൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അമ്പലത്തിൽ ഒരു ഭഗവതി ഇളകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇനി ശാസ്താവിനെ പ്രതിഷ്ഠിപ്പിക്കണമെങ്കിൽ അമ്പറം വേറെ ഉണ്ടാക്കണം. അവിടെ ഇളകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ കാർത്യായനിയാണ്. അതിനാൽ ഇനിമേലാൽ ഈ കരയിൽ ആർക്കും കാർത്യായനി എന്ന പേരിട്ടുകൂടാ. ആരെയും പാലയ്ക്കാമോദരം കിട്ടിക്കുകയും അരുത്. നീ ഈ വിവരം കരയിൽ പ്രധാനന്മാരായ പള്ളിയിൽ മേനോൻ, വെട്ടിക്കുളങ്ങര മയ്ക്കൽ മുതലായവരെ ഇപ്പോൾ തന്നെ ധരിപ്പിക്കണം. രാജാവിൻ്റെ അടുക്കൽ അവരെ അറിയിച്ചുകൊള്ളുമല്ലോ. ഇത്രയും പറഞ്ഞു. ഇത് കേട്ടിട്ട് കോതയമ്മ എന്തോ പിച്ച് പറയുന്നു എന്നാണ് കൊച്ചയ്യപ്പന് തോന്നിയത്. എങ്കിലും അയാൾ ഉടനെ ഈ വിവരം പള്ളിയിൽ മേനോൻ മുതലായവരെ ഗ്രഹിപ്പിക്കുകയും മേനോൻ തെക്കുംകൂർ രാജാവിൻ്റെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു. കോതയമ്മ പറഞ്ഞതായതുകൊണ്ട് ഇത് കേവലം അബദ്ധമായിരിക്കുകയില്ലെന്ന് വിചാരിച്ച് രാജാവും പള്ളിയിൽ മേനോൻ മുതലായവരും കുന്നിന്മേൽ കൂടുകയും കണിയൻപറമ്പിൽ കണിയന്മാരെ വരുത്തി പ്രശ്നം വിളിപ്പിച്ച് നോക്കുകയും ചെയ്തു. ഈ പണിക്കുറ തീർത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ ദേവീ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് വാസ്തവം തന്നെയാണെന്നും സാക്ഷാൽ മഹാമായയാകുന്ന കാർത്യായനി ദേവി ലോകരക്ഷാർത്ഥം പല മൂർത്തികളായി പിരിഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ സഞ്ചരിച്ച് ഓരോ സ്ഥലങ്ങളിലും കയറി ഇളകൊണ്ട് തുടങ്ങിയിരിക്കുകയാണെന്നും അക്കൂട്ടത്തിൽ ഒരു മൂർത്തിയാണ് ഇവിടെയെല്ലാം ഇരിക്കുന്നതെന്നും പറഞ്ഞു. ആ മഹാമായ ഒരാൾ തന്നെയാണെന്നും ദേവി അരുളി ചെയ്തിരിക്കുന്നതെന്നും കണിയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. ഈ സമയം കോതയമ്മയും കുന്നിന്മേലെത്തി. കുന്നിന്മേൽ വന്നാൽ ഇനിയും നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് ദേവി അരുളി ചെയ്തതിൽ ഓർത്ത് അവർ അമ്പലത്തിൽ കയറി ശ്രീകോവിലിനകത്തേക്ക് നോക്കി. അപ്പോൾ അവിടെ 4 തൃക്കൈകളിൽ ഉജ്ജ്വലിക്കും ശൂലധാനു ആയുധപായും മൂർധഭാമന്യ മോഞ്ചയുമായിരിക്കുന്ന കാർത്യാനിയെ പ്രത്യക്ഷമായി കണ്ടിട്ട് ഭയവിസ്മയാകുലയെ തീരുകയും ചില സ്തോത്രങ്ങൾ ചൊല്ലി ദേവിയെ സ്തുതിക്കുകയും ചെയ്തു. ആ സമയം ആ ഭക്തിയെ തൊട്ടുകൊണ്ട് നോക്കിയവരെല്ലാം ദേവിയുടെ രൂപം മേൽപ്പറഞ്ഞ പ്രകാരം കണ്ട് ഏറ്റവും ഭയാത്ഭരിതമായി പരവശമായി തീർന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവിടെ ദുർനിരീക്ഷ്യമായ ഒരു തേജസ് മാത്രം ശേഷിക്കുകയും ക്രമേണ അത് അദൃശ്യമായി തീരുകയും ചെയ്തു. അനന്തരം അവിടെ കൂടിയിരിക്കുന്ന മഹാന്മാരുടെ ആലോചന അടുത്ത മുഹൂർത്തിയിൽ പ്രതിഷ്ഠിപ്പിക്കുവാനായി പണിയിച്ചു വെച്ചിരിക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നായിരുന്നു. പുത്തനായി പണി കഴിച്ചപ്പെട്ടുള്ള അമ്പലത്തിൻ്റെ അടുക്കൽ തന്നെ തൽക്കാലം ഒരു ശ്രീകോവിൽ മാത്രം പണിയിച്ച് ശാസ്താവിന് പ്രതിഷ്ഠ നടത്തിക്കാമെന്ന് എല്ലാവരും കൂടി തീർച്ചപ്പെടുത്തിയതും അപ്രകാരം 5-8 ദിവസം കൊണ്ട് ഒരു ശ്രീകോവിൽ പണിയിച്ച് കുറെ തീർപ്പിക്കുകയും ചെയ്തു. പ്രതിഷ്ഠയ്ക്കുള്ള ക്രിയകൾ തുടങ്ങുന്നതിന് തലേദിവസം തന്നെ തന്ത്രി, പരികർമ്മികൾ മുതലായവർ സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ ഉണ്ടായ വിശേഷങ്ങളെല്ലാം പള്ളിയിൽ മേനോൻ തന്ത്രി നമ്പൂരിപ്പാട്ടിലെ അളിക്കൽ അറിയിച്ചു. ഉടനെ നമ്പൂരിപ്പാട്ടിന്ന്, എന്നാൽ ദേവി പ്രതിഷ്ഠിച്ചുകൂടി ഇപ്പോൾ തന്നെ നടത്തുകയാണല്ലോ വേണ്ടത്. ദേവി ഇവിടെ ഇളകൊണ്ടു നിന്ന് നിങ്ങൾ എല്ലാവർക്കും വിശ്വാസം വന്നിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും കാണത്തക്ക വിധം ഒരർച്ചനാബിംബം പ്രതിഷ്ഠ കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ തീർച്ചപ്പെടുത്തുന്ന പക്ഷം അതിലേക്കും വേണ്ടുന്ന ഉപകരണങ്ങൾക്കും ഒരു ബിംബം വേണം. അപ്പോൾ മേനോൻ മുതലായവർ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാം, അതിന് പ്രയാസമില്ല. ഈ മുഹൂർത്തത്തിന് പ്രതിഷ്ഠയ്ക്കത്തക്കവണ്ണം ബിംബമുണ്ടാക്കുന്ന കാര്യം അസാധ്യമാണ്. അതിനാൽ ദേവീ പ്രതിഷ്ഠ ഇനി ആദ്യമുണ്ടാകുന്ന മുഹൂർത്തത്തിലാകാതെ എന്ന് വെക്കാൻ ഈ നിവൃത്തിയുള്ളൂ. ഇപ്രകാരം പറഞ്ഞു. എന്നാൽ അങ്ങനെ മതിയെന്ന് നമ്പൂരിപ്പാട്ടിനും സമ്മതിച്ചു. അന്ന് രാത്രിയിൽ കോതയമ്മയ്ക്കൊരു സ്വപ്നമുണ്ടായി. കുറച്ചു ദിവസം മുമ്പ് അവർ ആറ്റുകടവിൽ വെച്ച് കണ്ടതായ ആ കന്യക അവരുടെ അടുക്കൽ ചെന്ന്, നിങ്ങൾ പതിവായി കുളിക്കുന്ന കടവിൽ നിന്ന് സ്വല്പം പടിഞ്ഞാറോട്ട് മാറിയൊരു കയമുണ്ടല്ലോ, ആ കയത്തിൽ എൻ്റെ ഒരു ശിലാവിഗ്രഹം കിടക്കുന്നുണ്ട്. അതെടുപ്പിച്ച് ഈ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ പ്രതിഷ്ഠയും നടത്തിക്കണം. തോണിയിൽ കയറിയ ആ കയത്തിൻ്റെ സമീപത്ത് ചെന്നാൽ അവിടെ വെള്ളത്തിനടിയിൽ നിന്ന് ധാരാളമായി പാലയ്ക്ക പൊങ്ങി വരുന്നതായി കാണാം. ആ സ്ഥലത്ത് മുങ്ങിത്തപ്പിയാൽ വിഗ്രഹം കണ്ടുകിട്ടുമെന്ന് പറഞ്ഞു തന്നായിരുന്നു സ്വപ്നം. സ്വപ്നം കണ്ട ഉടനെ ആ വൃദ്ധ ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കണ്ടില്ല. എങ്കിലും ഇത് ദേവി എഴുന്നള്ളി അരുളി ചെയ്തതാണെന്നോർത്ത് അത് വിശ്വസിച്ചുകൊണ്ട് കോതയമ്മ ഈ വിവരം കൊച്ചയ്യപ്പൻ മുഖാന്തരം അതിരാവിലെ പള്ളിയിൽ മേനോൻ മുതലായവരെ അറിയിച്ചു. കോതയമ്മയുടെ വാക്കൊരിക്കലും മിഥ്യയായി പോവുകയില്ലെന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നതിനാൽ പള്ളിയിൽ മേനോൻ മുതലായവർ ചില പ്രധാനന്മാർ വെള്ളത്തിൽ മുങ്ങിത്തപ്പുവാൻ പരിചയവും സാമർഥ്യവുമുള്ള ചിലരോടും കൂടി ഉടനെ വള്ളത്തിൽ കയറി ആ കയത്തിങ്കിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് സംഖ്യയില്ലാതെ പാലയ്ക്ക വെള്ളത്തിനിടയിൽ നിന്ന് പൊങ്ങി വരുന്നതായി കാണുകയും അവിടെ ചിലർ മുങ്ങിത്തപ്പിയപ്പോൾ ബിംബം കണ്ടുകിട്ടുകയും അതെടുത്ത് കുന്നിന്മേൽ കൊണ്ടുവരികയും പിന്നെ ബിംബപരിഗ്രഹം മുതലായവ സകല ക്രിയകളും ചെയ്ത് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ ദേവിയുടെയും ശാസ്താവിൻ്റെയും പ്രതിഷ്ഠയും കലശവും നടത്തുകയും ചെയ്തു. അതോടുകൂടി അതികേമമായ ഉത്സവവും നടന്നു. അക്കാലത്ത് തന്നെ തെക്കങ്കൂർ രാജാവും തന്ത്രിയും
പള്ളിയിൽ മേനോൻ മുതലായവനു കൂടി ക്ഷേത്രത്തിൽ ഉത്സവം മുതലായവ ആട്ടവിശേഷങ്ങൾ, മാസവിശേഷങ്ങൾ, നിത്യാദിനം മുതലായവയ്ക്ക് പിടുത്തം നിശ്ചയിക്കുകയും അവയ്ക്കെല്ലാം വഹിച്ചു വെച്ച് ധാരാളം വസ്തുതകൾ ദേവസ്വം പേരിൽ പതിക്കുകയും ചെയ്തു. അതിനാൽ ആ ഭഗവതി ദേവസ്വം ഏറ്റവും ധനപുഷ്ടിയുള്ളതായി തീർന്നു. അവിടെ പ്രാധാന്യവും ദേവിക്ക് തന്നെ സിദ്ധിച്ചു. ശാസ്താവിന് അവിടെ ഒരു ഉപദേവന്റെ സ്ഥാനം മാത്രമേ സിദ്ധിച്ചുള്ളൂ. എങ്കിലും ദേവിക്ക് ഇതൊന്നും കൊണ്ട് നല്ല തൃപ്തിയായില്ല. പടിത്തരം നിശ്ചയിച്ച ദിവസം രാത്രിയിൽ തെക്കങ്കൂർ രാജാവിനൊരു സ്വപ്നമുണ്ടായി. സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, ഇതുകൊണ്ടൊന്നും എനിക്ക് തൃപ്തിയായില്ല. എനിക്ക് തൃപ്തിയാകണമെങ്കിൽ എൻ്റെ കോതയമ്മയ്ക്ക് കൂടി എന്തെങ്കിലും കൊടുക്കണം. കോതയമ്മയെ സന്തോഷിച്ചാൽ ഞാനും സന്തോഷിക്കുമെന്ന് പറഞ്ഞതായിട്ടായിരുന്നു സ്വപ്നം. ആ സമയത്ത് തന്നെ ഇപ്രകാരം ഒരു സ്വപ്നം പള്ളിയിൽ മേനോനുമുണ്ടായി. നേരം വെളുത്തയുടനെ പള്ളിയിൽ മേനോൻ രാജസന്നിധിയിലേക്ക് തനിക്കുണ്ടായ സ്വപ്നത്തിന്റെ വിവരമറിയിച്ചു. തനിക്കും ഇപ്രകാരം ഒരു സ്വപ്നമുണ്ടായി എന്ന് രാജാവും പറഞ്ഞു. ഉടനെ രണ്ടുപേരും കൂടി ആളയച്ച് കണിയാൻ പറമ്പിൽ കണിയാനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു. അത് വെച്ച് നോക്കിയപ്പോൾ അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ദേവിയുടെ ദർശനം തന്നെയാണെന്ന്. കോതയമ്മയ്ക്ക് കൂടി എന്തെങ്കിലും ശരിയായിട്ട് കൊടുത്തില്ല എങ്കിൽ ദേവിയുടെ കോപവും തന്നിമിത്തം അനേകം അനർത്ഥങ്ങളും ഉണ്ടായിത്തീരുമെന്നും കണിയാൻ വിധിച്ചു. അതിനാൽ കോതയമ്മയുടെ പേരിൽ ഏതാനും പുഞ്ചനില മീനമായി പതിച്ചു കൊടുത്തു കൂടാതെ അവരുടെ സഹോദരനായ കൊച്ചയ്യപ്പനെ ദേവസ്വത്തിൽ മാറാഞ്ചത്തരമായി നിയമിക്കുകയും ചെയ്തു. കോതയമ്മയുടെ പേരിൽ പതിച്ചു കൊടുത്ത നിലത്തിന് കോത നേടിയ നിലം എന്നാണ് പേര് പറഞ്ഞു വന്നിരുന്നത്. അത് കാലക്രമേണ ലോപിച്ച് കോതാടി നിലമെന്നായി തീർന്നു. ആ നിലം ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് 1070 ആണ്ട് വരെ കണ്ണാട്ടു വീട്ടുകാരുടെ കൈവശം അനുഭവത്തിൽ ഇരുന്നിരുന്നു. പിന്നീട് അവർ എഴുതി വിറ്റുകളഞ്ഞതിനാൽ അന്യാധീനപ്പെട്ടുകയും ചെയ്തു. എങ്കിലും ഇപ്പോഴും ആ നിലത്തിന് കോതാടി നിലം എന്നു തന്നെയാണ് പേര് പറയുന്നത്. പിന്നീട് ചില കാരണങ്ങളാൽ അതും മാറിപ്പോയി. എങ്കിലും ആ വീട്ടുകാർക്ക് പ്രതിവർഷം 72 പറ നെല്ല് വീതം ഗവൺമെന്റിൽ നിന്ന് ഈനമായി ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട്. കോതയമ്മയ്ക്ക് ഇനാമായി നിലം പതിച്ചു കൊടുക്കുന്ന കാലത്ത് കണിയാമ്പറമ്പിൽ കണിയാനും ചില വസ്തുക്കൾ പതിച്ചു കൊടുത്തിരുന്നു. വിശേഷിച്ചവരുടെ തറവാട്ടേക്ക് മെച്ചേര് എന്നൊരു സ്ഥാനപ്പേര് കൂടി തെക്കങ്കൂർ രാജാവ് കൽപ്പിച്ചു കൊടുത്തു. വസ്തുതകളെല്ലാം അവർ ഓരോ കാലത്തിനുമായി എഴുതി വെച്ചിച്ചു കളഞ്ഞതിനാൽ ഇപ്പോൾ അവർക്ക് കൂടിപ്പാർക്കുന്ന പുരയിടവും മെച്ചേര് എന്നുള്ള സ്ഥാനപ്പേരും മാത്രമേ ഉള്ളൂ. എങ്കിലും ദേവിയുടെ ശാപം അവർ എന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. കോതയമ്മയും ദേവിയും തമ്മിൽ ആറ്റുകടവിൽ വെച്ചുണ്ടായ സംഭാഷണം മറഞ്ഞു നിന്ന് കേട്ട കണിയാൻ ആ വർത്തമാനം അപ്പോൾ തന്നെ സ്വകാര്യമായി അവൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു. അതിനാൽ അവൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പുരുഷന്മാർ പൊട്ടനോ ചട്ടനോ ആയിരിക്കുമെന്നുള്ളത് ദേവിയുടെ ശാപത്തിന് ഇപ്പോഴും വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രസ്തുത ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യകാലം മുതൽക്ക് തന്നെ തെക്കങ്കൂർ രാജാവിന് നാമമാത്രമായി ഒരു മേഴാൽമ സ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിലും അവിടുത്തെ സകല കൈകാര്യ കർത്തവ്യവും കരക്കാർക്ക് തന്നെയായിരുന്നു. തെക്കങ്കൂർ രാജ്യം തിരുവിതാംകൂറിൽ ചേർന്നിട്ടും വളരെ കാലത്തേക്ക് ആ ദേവസ്വം കരക്കാരുടെ കൈവശം തന്നെയിരുന്നു. കൊല്ലം 987 ആണ്ട് ഈ ദേവസ്വം തിരുവിതാംകൂർ സർക്കാരിൽ ചേരുകയും അതോടുകൂടി കരക്കാരുടെ അധികാരങ്ങളെല്ലാം വിട്ടുപോവുകയും ചെയ്തു. എങ്കിലും ആ ദേശക്കാർ ആ ദേവിയെ ഇപ്പോഴും തങ്ങളുടെ പരദേവതയായി തന്നെ ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. 3000 പറ നിലവും അസംഖ്യം പുരയിടങ്ങളും തനത് പേരിൽ തന്നെ ഉണ്ടായിരുന്ന ഈ ദേവസ്വവും സർക്കാരിൽ ചേർത്തപ്പോൾ അന്ന് ബ്രിട്ടീഷ് റെസിഡന്റും തിരുവിതാംകൂർ ദിവാനുമായിരുന്ന മൺടോ സാഹിബ് അവർകൾ ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിരിക്കുന്ന പതിവുകളെല്ലാം കുറിച്ച് കളഞ്ഞതിനാൽ അവിടെ ഉത്സവാദികൾ മുതൽ ഒട്ടും മതിയാവുകയായി തീർന്നു. ഇവിടെയുണ്ടായ ദേവസ്വം പരിഷ്കാരത്തോടുകൂടി ആ മതിയായിക പരമകാഷ്ഠയെ പ്രാപിക്കുകയും ചെയ്തു. എങ്കിലും ആ ദേശക്കാർക്ക് ക്ഷേത്രീയ കാര്യങ്ങൾക്കും പ്രതിബദ്ധതയും ശ്രദ്ധയും ഒട്ടും കുറഞ്ഞു പോയിട്ടില്ലായിരുന്നതിനാൽ അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഭംഗിയായി തന്നെ നടന്നു പോരുന്നുണ്ട്. ക്ഷേത്ര കാര്യങ്ങളിൽ ദേശക്കാർ ഏതാനും പണം ശേഖരിച്ചിട്ടുള്ളതിനാൽ സർക്കാരിൽ നിന്നും പതിവുള്ളത് കഴിച്ചു പോരാത്തതിന് ദേശക്കാരുടെ ആ പണത്തിന്റെ പലിശയിൽ നിന്നുകൂടി ചെലവ് ചെയ്താണ് അവിടെ അവർ ഉത്സവം മുതലായവ നടത്തിപ്പോരുന്നത്. കരക്കാർ വിശേഷാൽ ചില തിരുവാഭരണങ്ങളും മറ്റും കൂടി ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അവയെല്ലാം കരക്കാരുടെ കൈവശം തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഉത്സവകാലത്തും മറ്റു വിശേഷ ദിവസങ്ങളിലും ഉപയോഗിക്കുന്നതിനായി അവർ അവ എടുത്തു കൊടുക്കുകയും അടിയന്തരം കഴിഞ്ഞാൽ അത് തിരികെ വാങ്ങിച്ച് സൂക്ഷിക്കുകയും ചെയ്തു വരുന്നു. അവയൊന്നും അവർ സർക്കാരിലേക്ക് വിട്ടുകൊടുത്തിട്ടേയില്ല. കിളരൂർ കുന്നിന്മേൽ ദേവീ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ആദ്യമായി നടന്ന ഉത്സവം മീനമാസത്തിൽ രോഹിണി കൊടിയേറ്റവും പൂരമാറാട്ടുമായിരുന്നു. അങ്ങനെ തന്നെ ഇപ്പോഴും നടന്നു വരുന്നു. മീനമാസത്തിൽ കാർത്തിക ഭഗവതിയുടെ തിരുനാളെന്ന് സങ്കല്പിച്ച് ആ ദിവസത്തെയും ഒരു ഉത്സവം പോലെ തന്നെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അതും ദേശക്കാർ കൂടി പണം ചെലവ് ചെയ്താണ് നടത്തി വരുന്നത്.
സർക്കാർ ക്ഷേത്രത്തിൽ ദേശക്കാരുടെ സഹകരണം ഇതുപോലെ മറ്റെങ്ങും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ ക്ഷേത്രത്തിൽ 1022 ആണ്ട് ശ്രീകോവിലിലും 1060 ആണ്ട് മണ്ഡപത്തിനും ചെമ്പ് പിടിപ്പിച്ചതുമായ ദേശക്കാർ തന്നെയാണ്. അടുത്ത കാലത്ത് അഗ്നിബാധയാൽ നഷ്ടപ്പെട്ടു പോയ ശ്രീകോവിൽ സർക്കാർ അനുവാദപ്രകാരം വീണ്ടും പണി കഴിപ്പിച്ച് ചെമ്പടിപ്പിക്കുവാൻ ഉത്സാഹിച്ചു വരുന്നതും ഈ ദേശക്കാർ തന്നെ. ഇതെല്ലാം ആ ദേശക്കാർക്കും ദേവിയെക്കുറിച്ചുള്ള ഭക്തിയെ കൊണ്ട് മാത്രമല്ല, ഭയം കൊണ്ടുകൂടിയാണ്. ആ ദേവിയുടെ ചൈതന്യവും മാഹാത്മ്യവും അത്രമാത്രമുണ്ട്. അതിലേക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കൂടി പറയാം. കിളിരൂർ ദേശത്ത് ആർക്കും കാർത്യാനി എന്നു പേരിടുകയും പാലക്കാമോദരം കെട്ടിക്കുകയും അരുതെന്ന് ദേവി മുൻപേ തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ 2 കൂട്ടർ ഇപ്പോഴും ആ ദേശത്ത് പതിവില്ല. ആ ദേശത്തുള്ള പുരുഷന്മാർ സംബന്ധം ചെയ്തോ മറ്റും കാർത്യാനി എന്നു പേരായ സ്ത്രീകളെ അന്യദേശത്ത് നിന്ന് അവിടേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചാലും സുഖമായി അധിക ദിവസം താമസിക്കുവാനിടയാകാറില്ല. എന്തെങ്കിലും കാരണവശാൽ ആ സ്ത്രീകൾ പെട്ടെന്ന് ആ ദിക്ക് വിട്ട് പോകേണ്ടതായി വരും. ഇതിപ്പോഴും കണ്ടുവരുന്ന ഒരു സംഗതി തന്നെയാണ്. പണ്ടൊരിക്കൽ ചെങ്ങളം എന്ന ദേശത്ത് ഒരു വീട്ടിൽ സ്ത്രീ സന്താനമില്ലാതെ ഇരുന്നതിനാൽ ഒരു പെൺകുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ കിളിരൂർ കുന്നിന്മേൽ ഭഗവതിയുടെ നടയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ചോറ് കൊടുത്തേക്കാം. ആ വീട്ടുകാർ അങ്ങനെ നിശ്ചയിച്ചു. അനന്തരം അധികം താമസിയാതെ ആ വീട്ടിൽ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും യഥാകാലം ഒരു പെൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. വീട്ടുകാർ അത്യന്തം സന്തോഷിച്ച് 6-ാം മാസത്തിൽ ചോറ് കൊടുക്കുന്നതിനായി കുട്ടിയെ കൊണ്ട് കിളിരൂർ കുന്നിന്മേലെത്തി ചില വഴിപാടുകൾ നടത്തി. ചോറ് കൊടുക്കുന്നതിനായി ആഭരണങ്ങൾ അണിയിച്ച് നടയിൽ കൊണ്ടുചെന്നു. ആ സമയം കുട്ടിക്കൊരു ബോധക്ഷയമുണ്ടായി. കുട്ടി കണ്ണു തുറന്നപ്പോഴേക്കും മുല കുടിക്കുകയോ ചെയ്യാതെ വെയിലത്തിട്ട താളുപോലെ വാടിത്തളർന്നു. അത് കിടക്കുന്നത് കണ്ട് കുട്ടിയുടെ മാതാപിതാക്കൾ മാത്രമല്ല, ദേവി ദർശനത്തിനായി അവിടെ വന്നുകൂടിയിരുന്ന അന്യജനങ്ങൾ പോലും അത്യന്തം വിഷണരായി തീർന്നു. ഉടനെ ഒരു ദൈവജ്ഞനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കി. കുട്ടിയുടെ അസ്വാസ്ഥ്യത്തിന്റെ കാരണം അതിന്റെ പാലക്കാമോദരം കെട്ടിച്ച് നടയിൽ കൊണ്ടുവന്നതാണെന്ന്, ആ മോതിരമഴിച്ച് നടക്കി വെച്ചാൽ കുട്ടിക്ക് സുഖമാകുമെന്നും പ്രശ്നക്കാരൻ വിധിക്കുകയും കുട്ടിയുടെ ഉടമസ്ഥന്മാർ ആ മോതിരമഴിച്ച് നടക്കി വെക്കുന്നതിന് ഉടനെ കുട്ടിക്ക് സുഖമാവുകയാൽ ചോറ് കൊണ്ട് കൊടുത്തു പോവുകയും ചെയ്തു. ആ പാലക്കാമോദരം മറ്റുള്ള തിരുവാഭരണങ്ങളും കൂട്ടത്തിൽ കരക്കാരുടെ കൈവശം ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. അതവിടെ ഉത്സവകാലങ്ങളിലും മറ്റും എഴുന്നള്ളിപ്പിനും അങ്കിയിൽ ചാർത്തുകയും ചെയ്യുന്നവയാണ്. വൈക്കത്ത് കോട്ടയംമുഖം സന്ധ്യവേലയ്ക്ക് വേണ്ടുന്ന അരി, കർക്കോപ്പുകൾ മുതലായ സാമാനങ്ങളെല്ലാം കോട്ടയം പാർവതിയക്കാരൻ ശേഖരിച്ച് വള്ളങ്ങളിലാക്കി വൈക്കത്ത് കൊണ്ടുപോയി സന്ധ്യാവേല നടത്തുകയായിരുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെയാണ് പതിവ്. സാമാനങ്ങളെല്ലാം വള്ളത്തിലാക്കി വൈക്കത്തേക്ക് പുറപ്പെടുന്ന ദിവസം പാർവതിയക്കാരൻ മുതലായവരുടെ വകയായി കിളിരൂർ കുന്നിന്മേൽ ഭഗവതിക്ക് ഒരു ചരിക്കിലിട വഴിപാട് നടത്തുകയും പതിവായി. സർക്കാർ വക അടിയന്തരങ്ങൾക്കുള്ള സാമാനങ്ങൾക്കെല്ലാം കുത്തക ഏർപ്പാടുകൾ സന്ധ്യവേലയ്ക്കുള്ള സാമാനങ്ങൾക്ക് പാർവതിയക്കന്മാർ ശേഖരിച്ചു കൊണ്ടുപോയി എന്നുള്ള പതിവ് നിന്നുപോയി. അതോടുകൂടി കുന്നിന്മേൽ ഭഗവതിക്ക് പതിവുണ്ടായിരുന്ന അടവഴി പാടും നിർത്തലായി. അപ്പോൾ വൈക്കത്ത് ചില ദുർലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. സന്ധ്യാവേല സദ്യയ്ക്കുള്ള പ്രഥമനിൽ അട്ട വീഴുക, താളനിൽ ഗൗളി വീഴുക മുതലായവ ദുർലക്ഷണങ്ങൾ പതിവായി കണ്ടു തുടങ്ങിയപ്പോൾ അതിൻ്റെ കാരണം അറിയുന്നതിനായി പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചു. അപ്പോൾ ഈ അമംഗളങ്ങൾ കാണുന്നതിൻ്റെ കാരണം കിളിരൂർ കുന്നിന്മേൽ ഭഗവതിക്ക് പതിവുള്ള വഴിപാട് നടത്താത്തത് കൊണ്ടാണെന്നും പതിവുള്ളത് കൊടുക്കാതെ എനിക്കും പതിവുള്ളത് ഞാൻ സ്വീകരിക്കുകയില്ല എന്നാണ് വൈക്കത്തപ്പൻ്റെ ഭാവമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു. അതിനെ സംബന്ധിച്ചും എഴുത്തുകുത്തുകൾ നടത്തുകയാൽ സർക്കാർ വകയായി ആ വഴിപാട് നടത്തിക്കൊള്ളാമെന്ന് ഗവൺമെന്റ് അനുവദിച്ചു. പണ്ടത്തെ പോലെയൊന്നുമില്ലെങ്കിലും സന്ധ്യാവേല വകയായി ആ വഴിപാട് നാമമാത്രമായിട്ടെങ്കിലും ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ഇനി ഇവിടെ ദേവിക്ക് അടവഴിപാട് പ്രധാനമായി തീർന്നതിൻ്റെ കാരണം അതുകൂടിയൊന്ന് പറയും. ദേവിയുടെ ബിംബത്തിൽ പ്രാണപ്രതിഷ്ഠ കഴിച്ച ദിവസം തന്ത്രി നമ്പൂരിപ്പാട്ടിലേക്ക് എന്തോ അത്താഴമില്ലാത്ത ദിവസമായിരുന്നു അത്. അതിനാൽ പലഹാരത്തിന് അരി പൊടിച്ചു കൊണ്ടുചെന്ന് കൊടുക്കുന്നതിന് ശാന്തിക്കാരൻ കഴകക്കാരനോട് പറഞ്ഞു. കഴകക്കാർ 2 അടി ഉണക്കലരിയാണ് പൊടിച്ചു കൊണ്ടുവന്നേ കൊടുത്തത്. അതിനാൽ ശാന്തിക്കാരൻ അതിന് ചേരുന്ന ശർക്കരയും നാളികേരവും ചേർത്തുണ്ടാക്കിയ അടയായിരുന്നു തന്ത്രിക്ക് കൊടുത്തിരുന്നത്. അത് കണ്ടിട്ട് തന്ത്രി നമ്പൂരിപ്പാരനോട്, വത്സലനാണോ പലഹാരം, എന്നാൽ അത് നിവേദിച്ചിട്ട് വേണം തിന്നാൻ. ബിംബത്തിന് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇപ്പോൾ എന്തെങ്കിലും നിവാദിക്കണമല്ലോ, അതിന് ഇത് തന്നെ ആയിക്കളയാമെന്ന് പറഞ്ഞ് ആ വത്സലനടുത്തു വന്ന് അദ്ദേഹത്തെ തന്നെ നിവേദ്യം കഴിപ്പിച്ചു. അപ്പോൾ തന്ത്രി നമ്പൂരിപ്പാട്ടിലേക്ക് ദേവിയുടെ ദർശനമുണ്ടായി. വത്സലൻ നിവേദ്യം എനിക്ക് വളരെ തൃപ്തകരമായിരുന്നു. പതിവായി അത്താഴപൂജയോടുകൂടി നിവേദ്യത്തിനിരിക്കുന്നതിന് ഏർപ്പാട് ചെയ്യണം.
എന്ന് ദേവി അരുളി ചെയ്യുന്നതായിട്ട് നമ്പൂരിപ്പാട്ടിലേക്ക് ദർശനമുണ്ടായി. ഇങ്ങനെ ദർശനമുണ്ടായ വിവരം പിറ്റേ ദിവസം തന്ത്രി നമ്പൂരിപ്പാട് രാജാവിന്റെ അടുക്കലും പള്ളിയിൽ മേനോൻ മുതലായവരോടും പറഞ്ഞു. അവർ പ്രശ്നം വെപ്പിച്ച് നോക്കിയാൽ അത് ദേവിയുടെ അരുളപ്പാട് തന്നെയാണെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു. അതിനാൽ പ്രതിദിനം അത്താഴപൂജയ്ക്ക് ഇരുനാഴഴിയുടെ വത്സലൻ കൂടി പടിഞ്ഞാക്കരയിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അത് പതിവായി തീരുകയും ചെയ്തു. അതിപ്പോഴും നടന്നു വരുന്നുണ്ട്. അടവഴിപാട് ദേവിക്ക് പ്രീതികരമാണെന്ന് അറിയുകയാൽ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി യഥാശക്തി 3 കാലിടങ്ങഴി അരിക്കൊണ്ടും 6 കാലിടങ്ങഴി അരി കൊണ്ടും 12 കാലിടങ്ങഴി അരി കൊണ്ടും 25 ഇലങ്ങഴി കൊണ്ടും മറ്റും അടവഴിപാട് പ്രാർത്ഥിച്ചു തുടങ്ങുകയും എല്ലാവർക്കും കാര്യങ്ങൾ സാധിച്ചു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അടവഴിപാട് അവിടെ നടപ്പാവുകയും അതിന് പ്രാധാന്യം സിദ്ധിക്കുകയും ചെയ്തു. 12 കോൽ അടുങ്ങഴി അരി കൊണ്ടുള്ളതിന് 12 നാഴിയട എന്നാണ് പറഞ്ഞു വരുന്നത്. അതിൽ കുറഞ്ഞതിന് അരിപ്പന്തിനാഴി, കാൽപ്പന്തിനാഴി എന്നും യഥാക്രമം പറഞ്ഞു വരുന്നു. 25 കോൽ അടങ്ങഴി അരി കൊണ്ടുള്ള അട വലിയ ചരക്കിൽ വാർപ്പിലല്ലാതെ ഉണ്ടാക്കുവാൻ പാടില്ല. അതിനാൽ അതിന് ചരക്കിലട എന്നും പേർ പറഞ്ഞു വന്നു. ചരക്കിലടയ്ക്ക് 101 നാഴി അരിയും 101 നാളികേരവും 101 കദളിപ്പഴവും 3 തുലാം ശർക്കരയും 3 നാഴി നെയ്യും ഇങ്ങനെയൊക്കെയാണ് പതിവ്. 12 നാഴിയുടെ മുതലായവയ്ക്കും ഈ കണക്കനുസരിച്ച് വീതപ്രകാരമുള്ള നാളികേരം, ശർക്കര മുതലായവ ചേർക്കണം. കദളിപ്പഴം കിട്ടാതെ വന്നാൽ അതിനു പകരം നേന്ത്രപ്പഴവും വരിക്കച്ചക്കപ്പഴവും ചേർക്കാറുണ്ട്. അടവിപ്പാഴുണ്ടായാൽ സമീപത്തുണ്ടാന്മാരായിരുന്ന ആബലവൃദ്ധവും അനേകം ജനങ്ങളും ഈ ക്ഷേത്രസന്നിധിയിൽ വന്നുകൂടുക പതിവാണ്. ഇത്രയിടങ്ങഴി അരി കൊണ്ട് അടയുണ്ടായാൽ ബ്രഹ്മസ്വമായും ശാന്തിക്കാരൻ, കഴകക്കാരൻ, തേങ്ങാപ്പണിക്കാരൻ, പള്ളിയിൽ മേനോൻ, വെട്ടിക്കുളങ്ങിയാറെ മക്കൾ, പാത്രം തേപ്പുകാരൻ, ഇലയും വിറകും കൊടുക്കുന്നയാൾ മുതലായവർക്ക് ഇത്ര അടവീതം കൊടുക്കണമെന്ന് കണക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ അവസ്ഥ പോലെ 1-2 അടവീതം അവിടെ വന്നു കൂടുന്നവർക്കെല്ലാവർക്കും കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ ഓരോ ഭാഗം വഴിപാട് നടത്തുന്ന ആളുകളുമുണ്ട്. അത് കൊടുത്തില്ലെങ്കിലും വെറുതെ വരുന്നവർക്ക് കൊടുക്കാതിരിക്കുവാൻ പാടില്ല. അവർക്ക് കൊടുക്കാതെ ഇരുന്നാൽ ആ വഴിപാട് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, ദേവിയുടെ വിരോധവും ഉണ്ടാവും. ഇതിന് ദൃഷ്ടാന്തമായി പല സംഗതികളും ഉണ്ടായിട്ടുണ്ട്. അവയിൽ ഒന്ന് മാത്രം പ്രസ്താവിച്ചു കൊള്ളാം. ഒരാണ്ടിൽ വൈക്കത്ത് സന്ധ്യവേലയ്ക്ക് സാമാനങ്ങളെല്ലാം ശേഖരിച്ച് വള്ളങ്ങളിലാക്കി കൊണ്ടുപോയ പാർവതിക്കാരൻ പതിവുള്ള ചരക്കലിൽ കഴിച്ചിട്ട് ശാന്തിക്കാരൻ മുതലായ അനുഭവക്കാർക്ക് മാത്രം പതിവുള്ളത് കൊടുത്തതിനു ശേഷം പിന്നെ ഉണ്ടായിരുന്ന അടയെല്ലാം വാങ്ങി ഭാണ്ഡം കെട്ടിക്കൊണ്ടുപോകും. ഉടനെ വൈക്കത്ത് യാത്രയാവുകയും ചെയ്യും. അട കിട്ടുമെന്ന് ആഗ്രഹിച്ചു വന്നവരെല്ലാം ഇച്ഛാഭംഗത്തോടുകൂടി തിരികെ പോയി. ചില കുട്ടികൾ ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് മടങ്ങിയത്. അത് കണ്ടിട്ട് ചിലർ ഇത് ഭഗവതി സഹിക്കുമെന്ന് തോന്നുന്നില്ല, എന്തെല്ലാം ആപത്തുകൾ വന്നുകൂടുമോ എന്ന് പോലും പറഞ്ഞു. ഇതെല്ലാം കണ്ട് മടങ്ങിപ്പോയിരുന്നവർ കാര്യം അങ്ങനെ തന്നെ പറ്റുകയും ചെയ്തു. പാർവതിക്കാരൻ മുതലായവർ വേമ്പനാട്ട് കായലിൽ എത്തിയപ്പോഴേക്കും അതികലശായി കാറ്റും മഴയും തുടങ്ങി. കായലിൽ ഓളം പെരുകി വെള്ളങ്ങളിൽ വെള്ളം അടിച്ചു കയറുവാൻ തുടങ്ങി. വെള്ളം മുങ്ങുമെന്നുള്ള ദിക്കായി. പാർവതിക്കാരൻ മുതലായവർക്ക് പരിഭ്രമവും കലശായി. പ്രാണഭീതി നിമിത്തം ചിലർ നിലവിളിയും തുടങ്ങി. അപ്പോൾ പഴമ പരിചയമുള്ളവരായി വള്ളത്തിന്മേലുണ്ടായിരുന്നവർ ചിലർ അവിടെ വന്നുകൂടിയിരുന്നവർക്ക് ആർക്കും അട കൊടുക്കാത്തത് ഭഗവതിക്കൊട്ടും രസിച്ചിട്ടില്ല. ദേവിയുടെ വിരോധം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാറ്റും പിശറും വന്നുകൂടിയത്. എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യാമെന്ന് നിശ്ചയിച്ചില്ല എങ്കിൽ വള്ളങ്ങൾ മുങ്ങുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ട് പാർവതിക്കാരൻ എന്നാൽ വൈക്കത്ത് പോയി സന്ധ്യവേല കഴിഞ്ഞ് തിരിച്ചെത്തിയാലുടനെ പ്രായശ്ചിത്തമായി ഒരു ചരക്കരിൽ അടുക്കൂടി കഴിക്കുകയും അവിടെ വരുന്നവർക്കെല്ലാം ധാരാളമായി കൊടുക്കുകയും ചെയ്തേക്കാം. ഈ കാറ്റും പിശറും മാറട്ടെ എന്ന് പറഞ്ഞു. ഉടനെ കാറ്റും മഴയും മാറുകയും കായൽ ശാന്തതയെ പ്രാപിക്കുകയും ചെയ്തു. സന്ധ്യാവേല കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉടനെ പാർവതിയക്കാരൻ നിശ്ചയിച്ചതുപോലെ പ്രായശ്ചിത്ത വഴിപാട് നടത്തുകയും അന്നവിടെ ചെന്നുകൂടിയവർക്കെല്ലാം അട പതിവിലധികം കൊടുക്കുകയും ചെയ്തു. ദേവിയുടെ ബാഹാത്മ്യത്തെ സംബന്ധിച്ച് 1-2 സംഗതികൾ കൂടി പറഞ്ഞിട്ട് ഈ ലേഖനം അവസാനിപ്പിക്കാം. 1078 ആണ്ട് കുംഭമാസത്തിൽ കിളിനാറൂർ ദേശത്ത് തന്നെയുള്ള പുത്തൻമടത്തിൽ ശിവയ്യൻ എന്ന പരദേശ ബ്രാഹ്മണന് മസൂരിക, അതായത് വസൂരി ദീനം ഉണ്ടായിരുന്നു. ദീനം ഏറ്റവും കടുത്ത വകയായിരുന്നു. അവിടെ ദീനരക്ഷയ്ക്കായിട്ടിരുന്നവരും ദീനം ചെന്ന് കണ്ടവരായ അന്യന്മാരുമെല്ലാം ആ ബ്രാഹ്മണൻ കുളിക്കുന്ന കാര്യം അസാധ്യമാണെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. താൻ ഇതിനാലെ മരിച്ചു പോകുമെന്ന് രോഗിക്കും തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് കുന്നിന്മേൽ ഭഗവതിക്ക് 12 ചരക്കിലട കഴിച്ചേക്കാമെന്ന് നിശ്ചയിക്കൂ, അങ്ങയ്ക്ക് കുളിച്ചു തൊഴുവാൻ സംഗതിയാകുമെന്ന് പറഞ്ഞതായി തോന്നി. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്തോ വെറുതെ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെയും കണ്ണടച്ചു കിടന്നു.
അദ്ദേഹം മയങ്ങിത്തുടങ്ങിയപ്പോൾ പിന്നെയും യഥാപൂർവം ഒരാൾ അടുക്കൽ ചെന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ 3 പ്രാവശ്യമുണ്ടായി. 3-ാം പ്രാവശ്യം അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ സർവാംഗ സുന്ദരിയായ ഒരു തരുണി ആ മുറിയിൽ നിന്നിറങ്ങിപ്പോകുന്നതായി അദ്ദേഹം കാണുകയും ചെയ്തു. അപ്പോഴിത് ദേവിയുടെ അരുളപ്പാട് തന്നെയാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയും കുളിച്ചു തൊഴുന്ന ദിവസം തന്നെ 12 ചരക്കിലട കഴിച്ചേക്കാമെന്ന് അദ്ദേഹം നിശ്ചയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ ദീനത്തിന് ഇറക്കം തുടങ്ങി. ദീനം ആരംഭിച്ചതിൻ്റെ 22-ാം ദിവസം അദ്ദേഹത്തിനെ കുളിപ്പിച്ചു. അടുത്ത ഞായറാഴ്ച അദ്ദേഹത്തിന് കുന്നിന്മേൽ കൊണ്ടുപോയി തൊഴിയിക്കുകയും അന്ന് തന്നെ 12 ചരക്കിലട കഴിക്കുകയും ചെയ്തു. ഈ ദേശത്തു തന്നെ മറ്റൊരു മഠത്തിൽ 1085-ാം ആണ്ട് യുവാവായൊരു ബ്രാഹ്മണന് വസൂരി ദീനമുണ്ടായി. ആ ദീനവും ഏറ്റവും കടുത്ത വകയായിരുന്നു. അദ്ദേഹവും ഈ ദീനത്താൽ മരിച്ചു പോകുമെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. ആ ബ്രാഹ്മണന്റെ ഭാര്യയായ അമ്മമാർ വ്യസനാക്രാന്തനായിട്ട് എൻ്റെ ഭർത്താവിനെ കുളിപ്പിച്ചിട്ട് പതിവായി കെട്ടിവരുന്ന പവന്മാല ഞാൻ എടുത്തയച്ചേക്കാമെന്ന് നിശ്ചയിച്ചു. ഇത് മറ്റാരോടും പറഞ്ഞുമില്ല. ബ്രാഹ്മണന് ക്രമേണ ദീനം ഭേദപ്പെട്ടു തുടങ്ങി. 18-ാം ദിവസം അദ്ദേഹത്തെ കുളിപ്പിച്ചു. അപ്പോൾ അമ്മയമാർക്ക് വിചാരിച്ചായി, അയ്യോ, എൻ്റെ പവന്മാല കൊടുക്കണമല്ലോ, അത് പ്രയാസമാണ്. ഇതിൽ നിന്ന് 1 പവൻ ഊരിയെടുത്ത് നടക്കി വെച്ചേക്കാം, അത് മതിയെന്ന് ആലോചിച്ച് തീർച്ചപ്പെടുത്തി. ബ്രാഹ്മണനെ നെടിയിൽ കൊണ്ടുപോയി തൊഴിയിച്ച ദിവസം അമ്മിയന്മാരും കൂടെ പോയിരുന്നു. അവർ നിശ്ചയിച്ചതുപോലെ 1 പവൻ ഊരിയെടുത്ത് നടക്കി വെച്ചു. ദീനമുണ്ടായ ബ്രാഹ്മണൻ ഉടനെ വിറച്ചു തുടങ്ങി. അത് ക്രമേണ വർദ്ധിച്ച് അദ്ദേഹത്തിന് കലി കൊണ്ടതുപോലെയായിട്ട് വെളിച്ചപ്പാടന്മാർ പറയുന്നത് പോലെ, കൊണ്ടുവാ, പവന്മാല അഴിച്ചു കൊണ്ടുവാ, അല്ലാതെ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞു തുടങ്ങി. ഉടൻ ബ്രാഹ്മണന്റെ ഭാര്യ പവന്മാല അഴിച്ച് ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് നടക്കി വെച്ചിട്ട് പള്ളിയിൽ മേനോനെ വിളിച്ചു. ഇതെടുത്ത് മറ്റുള്ള തിരുവാഭരണങ്ങളുടെ കൂട്ടത്തിൽ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഉപദേശിച്ചു. വിശേഷ ദിവസങ്ങളിൽ അകത്തു കൊടുത്ത് ബിംബത്തിൽ ചാർത്തിക്കണമെന്നും പറഞ്ഞു. കലിയടങ്ങി ബ്രാഹ്മണൻ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്തു. ആ പവന്മാല ഇപ്പോഴും കരക്കാരുടെ കൈവശം തന്നെ ഇരിക്കണം. വിശേഷ ദിവസങ്ങളിൽ ദേവിയുടെ ബിംബത്തിന്മേൽ ചാർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പവന്മാലയിൽ ഒറ്റുകുഴ വെച്ചതായി 18 അരപ്പവനും 1 മുഴുപ്പനുമാണുള്ളത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ കിളിരൂർ കുന്നിന്മേൽ ഭഗവതിയുടെ അത്ഭുത മഹാത്മ്യങ്ങൾ ഇനിയും വളരെയുണ്ട്. വിസ്തര ഭയത്താൽ അതിനായി തുനിയുന്നില്ല. ഈ ദേവിയുടെ പ്രതിഷ്ഠയെപ്പറ്റി ഒരു വിദ്വാൻ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള ഒരു ശ്ലോകം കൂടി പറയാം. കോളാം ഭാബ്ദേ സ്പൂജ്യേ ദിനകൃത്തഷ്ടംഗേ കിരദേശലായിസ്മിൻ മംഗല്യേ സന്മുഹൂർത്തേ നിജനിഹിതാകൃൽ ബിംബലീലാമാഹാൽമാ അസ്യാം ബിംബാപ്രതിഷ്ഠാം ക്ഷിതിവിധവും പദാംബരേ കാരയാമാസാ ധീരാസാ ദേവി ശൈലകന്യാ കലയാകുലശം സർവദാം സർവധാംന. ഈ ശ്ലോകം കൊണ്ട് ഇവിടെ ദേവീ പ്രതിഷ്ഠ നടന്നത് കൊല്ലം 137-ാം ആണ്ട് മീനമാസത്തിലാണെന്നും അത് നടത്തിച്ചത് തദ്ദേശവാസികളായ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം തെക്കങ്കൂർ രാജാവാണെന്നും സ്പഷ്ടമായിരിക്കുന്നു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 44 സമാപിച്ചിരിക്കുന്നു. ഇനി അധ്യായം 45 പൂന്താനത്ത് നമ്പൂതിരി തുടരും.